സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോക്സോ കേസ് എനിക്കൊരു ലോട്ടറിയാണ്. കാരണം ആ കേസ് കൊണ്ട് എനിക്ക് ആ ഒരു കേസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇന്ന് ഡൽഹിയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മെൻസ് കമ്മീഷൻ്റെ ബില്ല് ആം ആദ്മി പാർട്ടിയിൽ ഒരു MP അവതരിപ്പിച്ചു. അപ്പം അതിനൊപ്പം മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് എനിക്കും രാഹുലിനും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇറ്റ്സ് എ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എ ഫേക്ക് കേസ് അഗെയിൻസ്റ്റ് മീ. അപ്പം ഇനി എനിക്കെൻ്റെ കേസ് ഞാൻ നിരപരാധി എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് വന്നു, ക്ലീൻ ചിറ്റ് കിട്ടി, പക്ഷേ എൻ്റെ കാര്യം തീർന്നു. പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇനി നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള വീട്ടിലുള്ളവരുടെ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ ആരും ഇനിയും ഇതുപോലെ താറടിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് ഞാനും രാഹുലും മുന്നോട്ട് വരുന്നത്. ചേട്ടാ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 87% പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷൻ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മെൻസ് കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ വരുമ്പോൾ അത് കുറച്ചും കൂടെ പാട്രിയാർക്കിയൽ പവർ എൻഹാൻസ്മെന്റ് അല്ലേ? കുറച്ചും കൂടെ അല്ല, മൊത്തത്തിൽ ഓവറോൾ നമ്മുടെ രാജ്യത്തിൽ അതൊരു പാട്രിയാർക്കിയൽ, പിന്നെയും പാട്രിയാർക്കി കൂടുതലല്ലേ, പവർ എൻഹാൻസ്മെന്റ് അല്ലേ അവിടെ വരുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പവർ എൻഹാൻസ്മെന്റിന് അപ്പുറം മാരീഡാണോ ശ്രീനിധി? അല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ചേട്ടനും ഉണ്ട്. താങ്കളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? താങ്കൾ ആരെ സമീപിക്കും? താങ്കൾക്കറിയാം അവർ നിരപരാധിയാണെന്ന്. താങ്കൾ ആരെ സമീപിക്കും? എന്ത് ചെയ്യും? അല്ല, നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കേസ് നടക്കട്ടെ. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ തെളിവുകളുണ്ടാവും. പക്ഷെ ആദ്യം FIR ഇട്ട് പോലീസ് കസ്റ്റഡി എടുക്കും. FIR എഴുതുന്നതിന് മുമ്പ് സാഹചര്യ തെളിവുകൾ. പോക്സോ എന്ന് പറഞ്ഞൊരു വകുപ്പ് വന്നു കഴിഞ്ഞാൽ FIR എടുത്തിരിക്കും, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കും. മിനിമം 90 to 120 days. റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആണ് എൻ്റെ കേസിൽ വന്നത്. കാരണം എൻ്റെ ഭാഗത്ത് ഇത്രയും തെളിവുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടും പിന്നെ എനിക്കെതിരെ ഇത് പ്ലേ ഔട്ട് ചെയ്തത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊപ്പഗൻഡസ് ആൾക്കാരാണെന്ന് അവർ തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിന് അത് ഇത് ചെയ്യുന്നു. അവർ കാണിച്ച മണ്ടത്തരങ്ങളിൽ നമ്പർ 1 അതാണ്. ഇങ്ങനൊരു സാധനം വരാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ദുബായിലാണ്, UAE അപ്പോൾ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ കോർണർ ചെയ്യപ്പെടുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, കേസ് എന്തായാലും ആവുമെന്ന് അറിയാം. കാരണം ഐ ആം എ ലോ സ്റ്റുഡൻറ്റ്. ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ലോ. ആ സമയത്ത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറുകയാണ്. ഫൈനൽ ഇയർ ആണ്. അപ്പം തുടക്കക്കാരനാണെങ്കിലും എനിക്ക് അറിയാം. ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കേസ് വന്നപ്പം ഈ പോക്സോയെ പോലും പോസ്കോ എന്ന് കളിയാക്കിയാണ് പറയുന്നത്. കാരണം ഇത് പ്രിട്ടൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസ് എന്നാണ് പറയുന്നത്. അതാണ് പക്ഷേ അതായത് പ്രിവെൻഷൻ ഓഫ് ഈ ഒരു ചിൽഡ്രൻ്റെ കയ്യിലുള്ള ക്രൈമാണ്. പക്ഷേ നമ്മളത് തിരിച്ച്, കാരണം അത്തരം ലാഘവത്തോടെയാണ് ആ ഒരു ആക്ടിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ട് മിസ്യൂസ് ഓഫ് പോക്സോ ആക്ടിനെ കുറിച്ചിട്ടുള്ള പേപ്പർ പ്രസൻറ്റ് ചെയ്ത ലോ സ്റ്റുഡൻറ്റ് ഞാനാണ്. അത് ശ്രീലങ്കയിൽ കൊളംബോയിൽ പോയിട്ട് കേരള ലോ അക്കാഡമി റെപ്രസെൻറ്റ് ചെയ്ത് കോളേജിൽ നിന്ന് അയച്ചാണ്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയി ഒരു പേപ്പർ എഴുതിക്കൊണ്ട് കൊളംബോ യൂണിവേഴ്സിറ്റി കൊടുത്തതല്ല. എൻ്റെ പേപ്പർ പ്രസൻറ്റ് അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അത് ഇനി ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന ഒരു പുസ്തകമായി മാറും. അത് കൊളംബോ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊളംബോ യൂണിവേഴ്സിറ്റിയും കേരള ലോ അക്കാഡമിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മിസ്യൂസ് ഓഫ് ദീസ് മച്ച് ആക്ട്സ് ഉണ്ട്, പല ആക്ടുകളുണ്ട്. ഇപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് ചിൽഡ്രൻസിനെതിരെയുള്ള ഒരു സെക്ഷൽ ഒഫൻസും ക്രൈംസും തടയാൻ വേണ്ടിയില്ല. അതിൻ്റെ മിസ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. എവിടെയൊക്കെ നടക്കുന്നു? കൂടുതലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അച്ഛൻ മോളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ പിടിച്ചു പറഞ്ഞ് ഡിവോഴ്സ് കേസ് വിൻ ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു നമ്പറുള്ള ഒരെണ്ണമാണ് അത്. കോടതിയാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട 5000-ഓളം കേസിൽ 4098 വ്യാജ പോക്സോ കേസുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, മിനി എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഡേറ്റയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നതാണ്. ഞാനിതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പഠിച്ച് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഈ പോക്സോ എന്ന് പറയുള്ളൊരു സാധനം വളരെ എളുപ്പത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഇരുന്ന ക്യാമറാമാൻ്റെ എക്സാമ്പിൾ, അയാളോട് വൈരാഗികൾ ആരെങ്കിലും, ഓഫ് കോഴ്സ് പുള്ളി പാവപ്പെട്ടവർ, പുള്ളി ഞാൻ നിരപരാധിയില്ലേ, സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വിളിക്കും, പുള്ളി ചെല്ലും, മൊഴിയെടുത്തിട്ട് അപ്പം തന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെടുത്തും, നേരെ കസ്റ്റഡി വിടും. കസ്റ്റഡി വിടുമ്പം കൊണ്ട് ജാമ്യത്തിന് ചെല്ലുമ്പോൾ ജഡ്ജി പറയും, നമുക്ക് 14 ദിവസം റിമാൻഡ്. അപ്പോഴത്തേക്ക് 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോലീസ് വീണ്ടും നമുക്കൊരു 14 ദിവസം കസ്റ്റഡി വേണം. ഓക്കെ, വീണ്ടും കൊടുത്ത് പിന്നെ വീണ്ടും ജില്ലാ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പം ജില്ലാ കോടതി ഹൈക്കോടതി പോകാൻ പറയും. കൂട്ടിക്കൽ ചെയ്തെന്ന് ഒരാൾ 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വ്യാജ പോക്സോ കേസിന് ജാമ്യം കിട്ടിയത്. ഒരു സ്വത്ത് റൈവലറി പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ എനിക്കതിന് ഡീറ്റെയിൽസ് പുറത്തു പറയാൻ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി സുപ്രീം കോടതി ജാമ്യം കൊടുത്തു, മുൻകാഴ്ച വിട്ടു. അപ്പോൾ പുള്ളി 6 മാസം ഒളിവിൽ താമസിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ലക്കിയാണ്. ഈ ഒരു കേസ് വന്നതുകൊണ്ട് എൻ്റെ കരിയറിനെ 1% പോലും അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഒരു സ്കൂൾ നമ്മുടെ പ്രവേശനോത്സവത്തിന് പോലെ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ പ്രവേശനോത്സവത്തിന് ഒരു പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ എന്തിനു വിളിക്കണം?
ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് അപ്സ്റ്റെയർ വേക്കൻ്റ് ആണ്, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച ആൾക്കാരുടെ അവർ വിശ്വസിക്കുന്നുണ്ട് മുകേഷ് നായർ ഈസ് സച്ച് എ നോബിൾ പേഴ്സൺ എന്ന് വിശ്വസിക്കുന്നുണ്ട്, പിള്ളേർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. അതിന് ആ പ്രിൻസിപ്പൾ ശിക്ഷാ നടപടി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തേ പറ്റും, അദ്ദേഹത്തോട് നമ്മൾ അതിൻ്റെ അകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അത്തരം സ്കൂളുകൾ പോലും വിശ്വസിച്ച് ഒരു പ്രവേശനോത്സവത്തിന് പോലും ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിലോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊമോഷൻ ജോലികളിലോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ എൻ്റെ ഡെയിലി ലൈഫിലോ 1% പോലും ഈ ഒരു കേസ് ബാധിച്ചിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. സംബഡി മേ സൂയിസൈഡ്. ഇപ്പോൾ ചിലർ എനിക്കറിയാമെന്നുള്ളൂ, ഇപ്പോൾ കുട്ടികൾ 6 മാസം ഒളിവിലായിരുന്നു, പുള്ളിക്ക് വരാത്ത അസുഖമൊന്നുമില്ല, പുള്ളി ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ 2 പ്രാവശ്യം സൂയിസൈഡിന് ശ്രമിച്ചു, അങ്ങനെ പല ഇൻസിഡൻറ്റ് ഉണ്ടായി. ദൈവഭാഗ്യം കൊണ്ട് അയാളിന്ന് ജീവിച്ചിരിക്കുന്നു. അയാൾ നാളെ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ, പൂർണ്ണമായി തെളിയിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് പോസ്റ്റ് സത്യം പറഞ്ഞാൽ കുട്ടികളിനെതിരെ ഇങ്ങനെ പോക്സോ കേസ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പോലും താഴെ പോയി കമൻറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുള്ളി നിരപരാധിയാണ്. അപ്പം ഈ കമൻറ്റ് നമ്മൾ ആരായി എന്നുള്ളതാണ്. അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴേ അവനവൻ അറിയപ്പെടും. പിന്നെ വരുന്ന ആൾ ഇച്ചിരി ഒരു പോപ്പുലർ ആണെങ്കിൽ, പിന്നെ അങ്ങനെ ഒരു ആളാണെങ്കിൽ അയാളെ എല്ലാവരും തിരിച്ചറിയും, പെട്ടെന്ന് ആ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്യും. അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെക്ലാച്ചി, അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം ഭാഷയിൽ ഡെക്ലാച്ചി എന്ന് പറഞ്ഞ ലോക്കൽ ഒരു കണ്ണാപ്പി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മേ ബി അത് ചെറിയൊരു ഓൺലൈൻ വാർത്തയിലൊരു ചെറിയൊരു കാർഡായിട്ടൊക്കെ പോകും. പക്ഷേ അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള, അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരാൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെതിരെയാണ് വരികയാണെങ്കിൽ അതൊരു എൻ്റെ നാഷണൽ ചാനൽ വരെ ന്യൂസ് വന്നു. ഞാൻ ഇന്ത്യ ടി വി എന്ന് പറഞ്ഞ നാഷണൽ ചാനലിലാണ് വർക്ക് ചെയ്തത് 10 വർഷം. ആ ചാനലിൽ വരെ ന്യൂസ് വന്നു. അവിടുത്തെ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ രജത് ശർമ്മ, നമ്മുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള AB വാജ്പേയിയുടെ പ്രൈം മിനിസ്റ്ററുടെ സമയത്ത് മീഡിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എനിക്ക് ന്യൂസ് എടുത്തയച്ചു തന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ MD എനിക്ക് എടുത്തയച്ചു തന്നു. മുകേഷ്, ഐ ബിലീവ് ഇറ്റ്സ് ഫാൾസ് ന്യൂസ് ബട്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് അവസാനം അയച്ചു തന്നു. അപ്പം അത്തരം രീതിയിലേക്ക് എൻ്റെ ന്യൂസ് പോലും അത്ര നാഷണൽ, ഇനി എനിക്കൊന്ന് BBC മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയല്ല അത്രയും നാഷണൽ ന്യൂസായിട്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് നമ്മുടെ റിപ്പബ്ലിക്, CNN, IBN, ടൈംസ് നൗ, മേജർ നാഷണൽ ചാനൽസ് എല്ലാം വാർത്ത കൊടുത്തു. ഇവിടുത്തെ റീജിയണൽ ചാനൽസ് എല്ലാവരും കൊടുത്ത്, ലോക്കൽ മീഡിയാസ് മുതൽ എല്ലാവരും, യൂട്യൂബേഴ്സ് വരെ അതിട്ട് കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുകേഷ് നായർക്ക് എതിരെയുള്ള കേസ് പോലീസ് പോക്സോ ചാർജസ് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി റിപ്പോർട്ട് ചെയ്തപ്പോൾ 1-2 ചാനൽ മാത്രമേ കൊടുത്തുള്ളൂ. വെരി താങ്ക്ഫുൾ. ഏഷ്യനെറ്റ്, ന്യൂസ് 18 അങ്ങനെയൊക്കെ 2-3 ചാനൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ വാർത്ത. അത് വലിയ പ്രാധാന്യത്തോടൊന്നും അവർ കൊടുത്തില്ല. അതൊരു ഔദാര്യം പോലെ അവർ ഒരു ചെറിയ കാർഡ് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ടത് വലിയ വാർത്തയാക്കി മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഇതാണ് സിറ്റുവേഷൻ. അതാ സിറ്റുവേഷൻ മാറണം. വേറെ ആർക്കും അതുകൊണ്ട് ഈ ഒരു മിഷൻ മെൻസ് കമ്മീഷൻ, അല്ലെങ്കിൽ നാളെ ഒരു മെൻസ് കമ്മീഷൻ വന്നാൽ അതൊരു വലിയ എന്താ പറയുക വിപത്താവുമോ എന്നൊന്നും. അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത്, അതായത് പുരുഷന്മാർ ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ വ്യാജ കേസുകൾ ഞാൻ എപ്പോഴും നിരപരാധികളോടൊപ്പമാണ്. കാരണം നിയമമാണ് അൾട്ടിമേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇതുപോലുള്ള വ്യാജ പൈസയ്ക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോഴോ കൊടുക്കുന്ന വ്യാജ പോക്സോ കേസുകളുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ജെനുവിനായിട്ട് വരുന്ന ഒരു സാധാരണക്കാരൻ്റെ എത്രയോ കേസുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. പോക്സോ കേസ് മീൻസ് ഒരു ബസ്സിൽ വെച്ചിട്ട് വിദ്യാർത്ഥി കയറി, പോലീസ് ഇതിൽ 100 കേസാണ് വരുന്നത്. ഇതിൽ ഏത് വ്യാജമാണ്, ഇത് ഏത് സത്യമാണെന്ന് പോലീസിന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേസ് വരുമ്പോൾ അവർക്ക് FIR ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, ജെനുവിനായിട്ട് വരുന്ന പല കേസുകൾക്കും നീതി കിട്ടില്ല. അത് പക്ഷേ സെലിബ്രിറ്റി ലെവൽ, അല്ലെങ്കിൽ ഇച്ചിരി ഒരു സൊസൈറ്റിയിൽ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ വരുന്ന കേസുകൾക്ക് വളരെയധികം വാർത്താ പ്രാധാന്യം നമ്മൾ മാധ്യമങ്ങൾ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നത് സാധാരണക്കാരന് നീതി കിട്ടാതെ പോകുന്നുള്ളതാണ്. എല്ലാവരും ഹൈ പ്രൊഫൈൽ കേസിൻ്റെ പുറകെയാണ്. ഈ മീഡിയ എല്ലാം ക്യാമറയും കൊണ്ട് ഓടുന്നത് ഹൈ പ്രൊഫൈൽ കേസിൻ്റെ പുറകെയാണ്. ഒരു സാധാരണക്കാരൻ്റെ മകൾ റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടായി, അവൻ്റെ മോളെ ബസ്സിൽ വെച്ച് ഒരാൾ ശല്യപ്പെടുത്തി, അതും പോക്സോയാണ്. വെർബലി സംസാരിച്ചു, അതും പോക്സോയാണ്, വെർബൽ പോക്സോയാണ്. എന്നിട്ട് കൂടിയും ആരും അതിന് വലിയ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മറിച്ച് അത് വല്ല രാഹുൽ ഈശ്വരോ, രാഹുൽ മാങ്കൂട്ടത്തിലോ, മുകേഷ് നായരോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര വലിയ